മക്കളെ നോക്കടാ, നെക്സ്റ്റ് വെറുതെ വിടാൻ പറ്റാത്ത ഒരു ചാപ്റ്റർ, അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക, വളരെ ബേസിക്കായിട്ട് നമുക്ക് മുന്നേറ്റാൻ പറ്റും. ഓക്കെ, സിമ്പിൾ സാധനങ്ങളേ ഉള്ളൂ. ആദ്യം തന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചു വെക്കുക. സ്റ്റൊമാറ്റ നിങ്ങൾക്കറിയാം, ലീഫിലുള്ളൊരു ഭാഗമാണ് സ്റ്റൊമാറ്റ. ലീഫിൻ്റെ ഒരു ഓട്ട എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ ഒരു മാർക്കിന് വരാം. ട്രാൻസ്പിരേഷനും ഗ്യാസ് എക്സ്ചേഞ്ചും. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആവിയായി പോവുക. ഗ്യാസ് എക്സ്ചേഞ്ച്, ഗ്യാസിന് എക്സ്ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ലീഫിനൊക്കെ മേലുള്ളൊരു വാക്സിൻ്റെ ഒരു കവറിങ് ആണ് ക്യൂട്ടിക്കിൾ, വാക്സി ലെയർ ക്യൂട്ടിക്കിൾ. അതിന് ഫങ്ഷനാണ് പ്രിവെൻറ്റ് ലോസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ലോസ് തടയും. മാത്രമല്ല ഇവൻ ആബ്സെൻറ്റ് ഇൻ റൂട്ട് ആയിരിക്കും. റൂട്ടിൽ ഇവൻ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഡിഫറൻസ് പഠിച്ചു വെച്ചോ. ഹെയർ മക്കൾ കേട്ടിട്ടുണ്ടാവും, ഹെയർ റൂട്ടിലൊക്കെ ഉള്ള സാധനമാണ്. അതേപോലെ തന്നെ സ്റ്റെമ്മിലുള്ള ഹെയറിനെയാണ് ട്രൈക്കോംസ് എന്ന് വിളിക്കുക കേട്ടോ. ശ്രദ്ധിച്ചോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. റൂട്ടിലാണ് ആര് കാണുക, ഹെയർ കാണുക. സ്റ്റെമ്മിൽ കാണുന്ന ഹെയറിനെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് എന്ത്, ട്രൈക്കോംസ്. ശ്രദ്ധിച്ചോ, റൂട്ടിൽ കാണുന്ന ഹെയർ റൂട്ട് ഹെയർ, സ്റ്റെമ്മിൽ കാണുന്ന ഹെയർ ട്രൈക്കോംസ്. അപ്പോൾ ഹെയർ എവിടെ കാണുക, സീനോൺ റൂട്ട്. ട്രൈക്കോംസ് എവിടെ കാണുക, സീനോൺ സ്റ്റെം. ഈ ഹെയർ യൂണിസെല്ലുലാർ ആണ്, ട്രൈക്കോംസ് മൾട്ടി സെല്ലുലാർ ആണ്. ഹെയർ അബ്സോർബ് വാട്ടർ ആണ്, വെള്ളത്തിന് അബ്സോർബ് ചെയ്യും. ഇവൻ പ്രിവെൻറ്റ് വാട്ടർ ലോസ് ആണ്, വെള്ളത്തിൻ്റെ ലോസിനെ തടയും. മക്കളെ പഠിച്ചു വെച്ചോ, ഈ ബോർഡ് കിടക്കുന്ന 3 സാധനങ്ങൾ 1 മാർക്കിൻ്റെ ഏരിയയിലോ 2 മാർക്കിൻ്റെ ഏരിയയിലോ നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. സിമ്പിളായിട്ട് ജസ്റ്റ് സ്റ്റൊമാറ്റ ലീഫിലുള്ള സംഭവമാണ്, അതിൻ്റെ ഫംഗ്ഷൻ ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. വാക്ക് കാണാതെ പഠിക്കുക. ക്യൂട്ടിക്കൽ എന്താണ്, വാക്സിലെയർ ആണ്, പ്രിവെൻറ്റ് വാട്ടർ ലോസ്, ആബ്സെൻ്റ് ഇൻ റൂട്ടിലുണ്ടാവില്ല. ഹെയറും ട്രൈക്കോംസുള്ള ഡിഫറൻസ് 3 പോയിന്റ് ധാരാളം. ഇനി ഈ ചിത്രം ഒന്ന് പഠിച്ചു വെക്കണം, വളരെ അപൂർവമായിട്ട് വന്നിട്ടുള്ളൂ. സ്റ്റൊമാറ്റൻ്റെ ഒരു ചിത്രമാണ്. ഓക്കെ, ഈ നടുവിലുള്ള ഹോളാണ് സ്റ്റൊമാറ്റൻ്റെ ഓട്ട. അതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ബീൻ ഷേപ്പ്ഡ് സെല്ല് ഉണ്ടോ, ബീൻ ഷേപ്പ്ഡ്, ഈ സെല്ലാണ് നമ്മളെ ഗോഡ് സെൽസ്. മറക്കരുത്, ഗോഡ് സെൽസ്. അത് സാധാ ചെടിയിൽ ഇങ്ങനെ ബീൻ ഷേപ്പ് ആയിരിക്കും കേട്ടോ ഗോഡ് സെല്ല്. എന്നാൽ മോണോക്കോട്ട് ഗ്രാസിലൊക്കെ കണ്ടോ, ഈ ഒരു ചിത്രമാണ് കണ്ടോ, ഒരു ഡംബൽ ഷേപ്പാണ് കേട്ടോ. നമ്മളെ ഡംബലില്ലേ, ഡംബൽ. ശ്രദ്ധിച്ചോ, ഗ്രാസിൽ ഗോഡ് സെൽസ് ഡംബൽ ഷേപ്പാണ് കേട്ടോ. ഡംബലിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക, നോട്ട് ചെയ്തു. അല്ലാത്തതിൽ ഇനി ഗോഡ് സെൽസിൻ്റെ ചുറ്റുമുള്ള സെൽസോ കണ്ടോ, ഈ ഒരു പച്ച കണ്ടോ, അതാണ് സബ്സിഡിയറി സെൽസ്. നോട്ട് ചെയ്യുക, സബ്സിഡിയറി സെൽസ്. ഗാഡ് സെൽസിന് ചുറ്റുമുള്ള സെൽസ് സബ്സിഡിയറി സെൽസ് മതി. ഇനി പ്ലാന്റ്സിൻ്റെ ടിഷ്യൂ സിസ്റ്റം, 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സിൽ ടിഷ്യൂ ഉണ്ട്, അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുറമേ ഉള്ളത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, പിന്നുള്ള ഒരാളാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, പിന്നുള്ള ഒരാളാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം നമ്മളെ സൈലം ആൻഡ് ഫ്ലോയം, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ നോക്കട്ടെ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള, അതിലാരൊക്കെയുള്ളത്, എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ, ഹെയർ, ട്രൈക്കോംസ്. ഈ ഹെയറും ട്രൈക്കോംസും ആണ് നമ്മൾ മുന്നേ പറഞ്ഞത്, സ്റ്റൊമാറ്റയും നമ്മൾ മുന്നേ പറഞ്ഞു. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലുള്ള ഒരു എക്സാമ്പിളാണ് മീസോഫിൽ ഏതിലാണ് കാണുക വെച്ചാൽ ലീഫിലാണ് കാണുക കേട്ടോ. മീസോഫിൽ ലീഫിലാണ് കാണുക, ഓർത്ത് വെച്ചോ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് മീസോഫിൽ, അത് ലീഫിലാണ് കാണുക. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ സൈലും ഫ്ലോയും ആണ്, അതിൻ്റെ ഒരു കൂടിയ വെർഷനാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. നമുക്കൊന്ന് നോക്കാം. 3 ടൈപ്പാണ് സൈലും ഫ്ലോയും അറേഞ്ച് ചെയ്യാം. 3 രീതിയിൽ സൈലത്തിനും ഫ്ലോയത്തിനും അറേഞ്ച് ചെയ്യാം. ഒന്ന് റേഡിയൽ, കൺജോയിൻറ്റ് ക്ലോസ്ഡ്, കൺജോയിൻറ്റ് ഓപ്പൺ. റേഡിയൽ ടൈപ്പ് അറേഞ്ച്മെൻറ്റ് റൂട്ടിലാണ് കാണുക, കൺജോയിൻറ്റ് ക്ലോസ്ഡ് മോണോക്കോട്ട് സ്റ്റെമ്മിലാണ് കാണുക, കൺജോയിൻറ്റ് ഓപ്പൺ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് കാണുക. പഠിച്ചു വെച്ചോ, ഈ പറഞ്ഞ ടോപ്പിക്ക് ഇല്ലാണ്ട് ഒരു ഫൈനൽ എക്സാം 2026 കടന്നു പോവില്ല. ഈ പരീക്ഷയ്ക്ക് നിങ്ങളിത് കാണുമ്പോൾ ഈ പറഞ്ഞ വാക്കോർക്കും. നോർത്ത് വെച്ചോ, റേഡിയൽ ടൈപ്പ് എക്സാമ്പിൾ റൂട്ടിൽ, കൺജോയിൻറ്റ് ടൈപ്പിന് എക്സാമ്പിൾ മോണോക്കോട്ട് സ്റ്റെമ്മ്, കൺജോയിൻറ്റ് ക്ലോസ് ഓപ്പൺ ടൈപ്പിന് എക്സാമ്പിൾ ഡൈക്കോട്ട് സ്റ്റെമ്മ്. ഞാൻ എൻ്റെ ഫിഗർ ഒന്ന് പഠിച്ചു വെക്കാം. കണ്ടോ, ഇത് സൈലം, ഇത് ഫ്ലോയം. കണ്ടോ, ആൾട്ടർനേറ്റ് സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം. ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, ദാറ്റ് ഈസ് റേഡിയൽ. ആൾട്ടർനേറ്റ് ആയിട്ട്
ഒന്നിൻ്റെ മേലെ മറ്റാൾ ഇരിക്കുക, ദാറ്റ് ഈസ് കൺജോയിൻറ്റ്. അപ്പോൾ എന്താ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാമ്പിയ ഇല്ല, ഇതിനിടയിൽ ക്യാമ്പിയ ഇല്ല. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാലോ ഇതിനിടയിൽ ക്യാമ്പിയ ഉണ്ട്. കണ്ടോ, ക്യാമ്പിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ക്യാമ്പിയം സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. എന്ത് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും മക്കളെ? സെക്കൻഡറി ഗ്രോത്ത്. അതായത് ഒരു ചെടി തടിച്ച് ചീർത്താൽ ദമ്മാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ക്യാമ്പിയം ഹെൽപ്പ് ഫോർ സെക്കൻഡറി ഗ്രോത്ത്. ആ ചിത്രങ്ങൾ പഠിക്കുക, ഓരോന്നിൻ്റെ പേരും എക്സാമ്പിളും പഠിക്കുക, ക്യാമ്പിയത്തിൻ്റെ ഫങ്ഷൻ പഠിക്കുക, മതി. വാട്ട് ഈസ് മീൻ ബൈ ക്ലോസ്ഡ്? ക്യാമ്പിയം ആബ്സെൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഓപ്പൺ? ക്യാമ്പിയം പ്രസൻറ്റ്. ക്യാമ്പിയം മതി, ഇത്ര മതിയാ ഈ കാര്യങ്ങൾ. ഇനി നല്ല 3 ടോപ്പിക്കാണ്, ഇത് കണ്ടിട്ട് വേജറാവൊന്നും വേണ്ട, ഞാൻ പറഞ്ഞങ്ങ് പഠിച്ചാൽ മതി. ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, അവരുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അതിനാദ്യം ഇതാണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെ ചിത്രം, ഇതാണ് മോണോക്കോട്ട് റൂട്ടിൻ്റെ ചിത്രം. രണ്ടും ഏകദേശം ഒരേപോലെ, പക്ഷേ ഈ നടുവിൽ കണ്ടോ അവിടെ ചോപ്പ് ഒരു 4 വരല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയത് ഒരു 8 7 ഒക്കെ ഉണ്ടാവും. കണ്ടോ ചോപ്പ്, കണ്ടില്ലേ? അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇത് ഡൈക്കോട്ട് റൂട്ട്, ഇതോ മോണോക്കോട്ട് റൂട്ട്. അങ്ങനെ മാത്രം നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി പഠിക്കേണ്ടത് ഒന്നുമില്ല. ഈ ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഈ ഇവന്മാരെ പേരൊന്ന് ഓർഡറിൽ പഠിച്ച്, ഔട്ടർ ലെയർ എപ്പിഡെർമിസ് ഓർ അതിന് മറ്റൊരു പേര് വിളിക്കുക, എപ്പിബ്ലമ എന്ന് വിളിക്കുക കേട്ടോ. എപ്പിഡെർമിസ് ഓർ എപ്പിബ്ലമ. പിന്നുള്ള ഭാഗം കോർട്ടെക്സ്, പിന്നെ എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. ഇവിടെ നടുവിലുണ്ടോ പിത്ത് കണ്ടോ, ഈ നടുഭാഗത്തിനാണ് നമ്മൾ പിത്ത് എന്ന് വിളിക്കുക കേട്ടോ. ഇവിടെയുണ്ട് നടുഭാഗത്തിനാണ് നമ്മൾ പിത്ത് എന്ന് വിളിക്കുക. പിത്ത് കണ്ടോ? ജസ്റ്റ് ആ പേരുകൾ നോക്കി വെച്ച്, എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. കണ്ടോ, അവിടെ അതേ പേരുകൾ തന്നെ ഉണ്ടാവും. ഇനി പഠിക്കേണ്ടത് ഞാൻ എഴുതി വെച്ച ഈ ഡിഫറൻസ് മാത്രം അങ്ങ് പഠിച്ചു പോയാൽ മതി. ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും. സിമ്പിളായിട്ടുള്ള മോണോക്കോട്ട് റൂട്ട് ആദ്യം നോക്കാം. നോ സെക്കൻഡറി ഗ്രോത്ത്. മോണോക്കോട്ട് പറഞ്ഞാൽ പുല്ലൊക്കെയാണ്, പുല്ലിനൊന്നും തടിച്ച് ചേർക്കാൻ പറ്റില്ല. സോ നോ സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് ഇല്ലെങ്കിൽ നോ ക്യാമ്പിയം. പിത്ത് ലാർജ് ആയിരിക്കും. കിട്ടിയല്ലോ, ആ 3 പോയിന്റ് വേഗം പഠിച്ചോ. എന്നാൽ ഡൈക്കോട്ട് റൂട്ട് നോക്കി, ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് എപ്പിഡെർമിസ് ഓർ എപ്പിബ്ലമ. നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. എൻഡോഡെർമിസ് എന്ന് പറഞ്ഞ ലെയർ ഇല്ലേ, അതിലൊരു പ്രത്യേക സാധനം കെട്ടി വെച്ചിരിക്കുന്നു. ഏത് ലെയറിലാടാ? എൻഡോഡെർമിസിൽ. നമ്മൾ ഈ പെട്ടിയൊക്കെ പൊതിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് ചുറ്റൂലേ വെള്ളം കയറാതിരിക്കാൻ, അതേപോലെ എൻഡോഡെർമിസ് കണ്ടെയ്ൻ വാട്ടർ ഇംപെർമിയബിൾ, വെള്ളം കയറാതിരിക്കാൻ ഒരു മെറ്റീരിയൽ ഉണ്ട്, സുബറിൻ മാട്രിക്സ്. എന്ത് രൂപത്തിലാണ് കെട്ടിയിട്ടുള്ളത്? കാസ്പാരിയൻ സ്ട്രിപ്പ് പോലെ. എന്തുപോലെയാണടാ? കാസ്പാരിയൻ സ്ട്രിപ്പ്. ആ സെൻറ്റൻസ് ദയവ് ചെയ്ത് വേഗം ഒന്ന് കാണാതെ അതേപോലെ പഠിച്ചോ, ഒന്നും ചെയ്യണ്ട. വെള്ളം കയറാതെക്കാൻ ഒരു സാധനമായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഏത് ലെയറിൽ? എൻഡോഡെർമിസിൽ. ഇത് ഏതിലാണ് കാണുക? ഡൈക്കോട്ട് റൂട്ടിൽ. വെള്ളം കയറാതെക്കാൻ ഒരു സാധനമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, അത്രമാത്രം. ഡൈക്കോട്ട് റൂട്ടിൽ അടുത്ത ലെയറാണ് പെരിസൈക്കിൾ. അതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഇനിഷ്യേറ്റ് ലാറ്ററൽ റൂട്ട് ആൻഡ് ഇനിഷ്യേറ്റ് ക്യാമ്പിയം. ലാറ്ററൽ സൈഡിലേക്കുള്ള റൂട്ടും ക്യാമ്പിയം ഒക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? പെരിസൈക്കിളിലാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ആൻഡ് ലാസ്റ്റ്, വാട്ട് ഈസ് സ്റ്റീൽ? ഹനാൻ ഷാൻ്റെ അനിയനാണോ? അല്ല, ഇവിടെ ശ്രദ്ധിച്ചോ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഓൾ ദ ലെയേഴ്സ് ഇൻസൈഡ് എൻഡോഡെർമിസ്. നമ്മൾ ഈ എൻഡോഡെർമിസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലെയറിനെയും കൂടി ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നൊരു വാക്കാണ് സ്റ്റീൽ. എന്നാൽ സ്റ്റീൽ കണ്ടെയ്ൻ പെരിസൈക്കിൾ, പിത്ത്, വാസ്കുലാർ ബണ്ടിൽ. ഇത് 3 സ്റ്റീലുണ്ടാവും. സ്റ്റീൽ കണ്ടെയ്ൻ പെരിസൈക്കിൾ, പിത്ത്, വാസ്കുലാർ ബണ്ടിൽ. സ്റ്റീലിൽ എൻഡോഡെർമിസ് ഉണ്ടാവില്ല കേട്ടോ, കാരണം എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള ലെയറിനെയാണ് സ്റ്റീൽ എന്ന് വിളിക്കും. മോണോക്കോട്ട് റൂട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും, അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ ചിത്രവും മതി, നോക്കിക്കോ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കോർട്ടെക്സ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയർ, എൻഡോഡെർമിസ്. പേരങ്ങ് കാണാതെ പഠിക്കുക. ഹൈപ്പോഡെർമിസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ കോളൻ കൈമ, കോർട്ടിക്കൽ ലെയറോ പാരൻ കൈമ. അപ്പോൾ ഒബ്വിയസ്ലി എൻഡോഡെർമിസ് സ്ക്ലീറൻ കൈമ അല്ല, സ്റ്റാർച്ചിൻ്റെ ഷീറ്റ് കൊണ്ടാണ്. നോട്ട് ചെയ്യണേ, സ്റ്റാർച്ചിൻ്റെ ഷീറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത, വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലും ഫ്ലോയും. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത നോക്കിയാൽ 3 പഠിച്ചു വെക്കുക. കൺജോയിൻറ്റ്, ഓപ്പൺ ടൈപ്പാണ്, റിങ് ടൈപ്പാണ്. മതി. റിങ് എന്ന് പറഞ്ഞാൽ മോതിരം പോലെ, അത് അടുത്ത ചിത്രത്തിൽ കാണിച്ചു തരാം കേട്ടോ. റിങ് ടൈപ്പാണ്. ഈ 3 വാക്കങ്ങ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ മോണോക്കോട്ട് സ്റ്റെമ്മ് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഹൈപ്പോഡെർമിസ് ഈസ് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇവിടെ കോളൻ കൈമ കൊണ്ടാണ് ഹൈപ്പോഡെർമിസ്, അവിടെ സ്ക്ലീറൻ കൈമാണ്. ഇവിടെ എക്സ്ട്രാ ഒരു സാധനം ഉണ്ട്, ബണ്ടിൽ ഷീത്ത് ഈസ് സ്ക്ലീറൻ കൈമ. ഒക്കെ സ്ക്ലീറൻ കൈമാണ്. ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ ഓക്കെ സ്കാറ്റേർഡ് അറേഞ്ച്മെൻറ്റ്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചെതറിക്കെടുക്കുക. ഇവിടെ എന്തായിരുന്നു? റിങ്. ഇവിടെ സ്കാറ്റേർഡ്. പിന്നെ കൺജോയിൻ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് പറഞ്ഞാൽ എന്താ? ക്യാമ്പിയം ആബ്സെൻറ്റ്. മതി.
മക്കളെ ഒന്ന് പോസ് ചെയ്ത് ഇത് മാത്രം ഒന്ന് പഠിച്ചെടുക്കടാ, വേറെ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ ഒരു ചിത്രം നോക്കിക്കോ. ഇതാണ് സാർ പറഞ്ഞ റിങ്, കണ്ടോ, മോതിരം പോലെ വട്ടത്തിൽ. ഇതിന് ലാർജ് വിത്തൊക്കെ ഉണ്ടാവും. സോ ദിസ് ഈസ് ഡൈക്കോട്ട് സ്റ്റെം. ഇതോ ചെതറി കിടക്കണ്ടോ, ഈ ഉണ്ട 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 അതൊക്കെയാണ് വാസ്കുലർ ബണ്ടിൽസ്. കണ്ട ചെതറി കിടക്കുക. പുറം ഭാഗത്ത് ചെറിയ വാസ്കുലർ ബണ്ടിൽ, നടുവിലെത്തുമ്പോൾ വലിയ വാസ്കുലർ ബണ്ടിലൊക്കെയാണ് കേട്ടോ. സോ ദിസ് ഈസ് മോണോകോട്ട് സ്റ്റെം. വന്നിരിക്കും. എടാ ലീഫിലേക്ക് കിടക്കാം. കഴിഞ്ഞു, 2 സ്ലൈഡും കൂടി പരിപാടി കഴിഞ്ഞു. ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് ലീഫ് ചിത്രം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ നോക്ക്, ലീഫിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും 2 സ്ഥലത്തും ശ്രദ്ധിക്കണം മക്കളെ. ലീഫിൻ്റെ മേൽഭാഗത്തായാലും താഴ്ഭാഗത്തായാലും എപ്പിഡെർമിസ് ഉണ്ടാവും. മേൽഭാഗത്തെ എപ്പിഡെർമിസ് അഡാക്സിയലും താഴ്ഭാഗത്തെ എപ്പിഡെർമിസ് അബാക്സിയൽ എപ്പിഡെർമിസ്. ജസ്റ്റ് അത് മാത്രം പറ. ലീഫിൻ്റെ മേൽഭാഗത്തും എപ്പിഡെർമിസ് ഉണ്ടാവും, താഴ്ഭാഗത്തും എപ്പിഡെർമിസ് ഉണ്ടാവും. മേൽഭാഗം അഡാക്സിയൽ എപ്പിഡെർമിസ്, താഴ്ഭാഗം അബാക്സിയൽ എപ്പിഡെർമിസ്. ഇനി മീസോഫിൽ ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. പാലിസൈഡ് മീസോഫിലും ഉണ്ട്, സ്പോഞ്ചി മീസോഫിലും ഉണ്ട്. വേറെ ഒന്നും പഠിക്കണ്ടേ. ഇത് കണ്ടോ, ഈ നീളമുള്ളത് പാലിസൈഡ് മീസോഫിൽ. വട്ടം കണ്ടോ പച്ച, ഇത് കണ്ടോ ഈ വട്ടങ്ങൾ പോലുള്ള ഓവൽ ഷേപ്പൊക്കെ ഉള്ളത്, അത് സ്പോഞ്ചി മീസോഫിൽ. വേറെ ഒന്നും പഠിക്കണ്ടേ. നോക്കിക്കോ, മേലെ അഡാക്സിയൽ എപ്പിഡെർമിസ്, താഴെ അബാക്സിയൽ. നീളത്തിലുള്ളത് പാലിസൈഡ് മീസോഫിൽ, വട്ടത്തിലുള്ളത് സ്പോഞ്ചി മീസോഫിൽ. മോണോകോട്ട് ലീഫിലൊക്കെ മേലെ അതേപോലെ അഡാക്സിയൽ, താഴെ അബാക്സിയൽ. പക്ഷേ മീസോഫിൽ ജസ്റ്റ് മീസോഫിലേ ഉള്ളൂ. ഡു നോട്ട് ഡിവൈഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി. അങ്ങനെ ഒന്നുമില്ല. ആകെ ഒരു വട്ടം പോലുള്ളത്, അതിന് ജസ്റ്റ് മീസോഫിലിനെ വിളിക്കുള്ളൂ. അല്ലാണ്ട് അതിനെ പാലിസൈഡ് സ്പോഞ്ചി അങ്ങനെ ഒന്നും വിളിക്കില്ല. മക്കളെ ഈ ചിത്രം മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബുള്ളിഫോം സെൽ എന്താണ്? ഇത് കാണുന്നത് ഗ്രാസിലാണ്, മോണോകോട്ടിൽ ഗ്രാസിൽ. ലാർജ് കളർലെസ് എം ടി സെൽ. വലിയ കളറൊന്നുമില്ല, എം ടി കാലി സെല്ലായിരിക്കും. വെള്ളം കയറിക്കഴിഞ്ഞാൽ ഓൻ വീർക്കും, ടർജിൻ പള്ള പോലെ വെള്ളം കയറിയാൽ വീർക്കും. വെള്ളമില്ലെങ്കിൽ, വാട്ടർ സ്ട്രെസ് ആണെങ്കിൽ ലീഫ് കേളയും, ചുരുങ്ങും, ലീഫ് ചുരുങ്ങിപ്പോവും. ദാറ്റ്സ് ഇറ്റ്. മതിയടാ. ഈ പറഞ്ഞ കാര്യങ്ങൾ അനാട്ടമിയിൽ പഠിച്ചോ, സെറ്റാണ്.